രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ അടിത്തറയിലാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവകവുമായിരിക്കണമെന്നത് ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ട്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന മഹത്തായ പ്രക്രിയയാണത്. എന്നാൽ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടത്താനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ശ്രമിക്കുന്നവർ ആത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും പവിത്രമായ ദേശീയതയെയുമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ലെന്നും അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വിഭജനത്തിന്റെ ഇരുണ്ട രാത്രികളെക്കുറിച്ചല്ല, സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വല പ്രഭാതങ്ങളെയാണ് നാം സ്വപ്നം കാണേണ്ടത്. ആവേശകരമായ ആ പ്രഭാതങ്ങളിലേക്കാണ് നാം ഉണരേണ്ടത്. 1947 ഇന്ത്യയും പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടത് ചരിത്രത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ്. ദൗർഭാഗ്യകരമായ വിഭജനത്തിന്റെ ഇരുണ്ട രാത്രിയിൽ ചോരയും കണ്ണീരും വിയർപ്പും വീണ മണ്ണിൽ നവകാലിയുടെ തെരുവുകളിൽ നഗ്നപാതനായി ശാന്തി സന്ദേശവുമായി നടന്നുപോയ ഗാന്ധിജി ഊന്നിപ്പറഞ്ഞത് വിഭജന ഭീതിയെക്കുറിച്ചല്ല, ഒന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല എന്നും വീണ്ടും നാം വൈരുദ്ധ്യങ്ങളെക്കുറിച്ചല്ല, വൈവിധ്യങ്ങളിലും വൈജാത്യങ്ങളിലും സൂക്ഷിക്കേണ്ട ഏകത്വത്തെയും സഹിഷ്ണുതയെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുമാണ്. ആ ശാന്തി മന്ത്രം എക്കാലത്തേക്കും വേണ്ടിയുള്ളതാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാഷകളുടെ വൈവിധ്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഇന്ത്യ ഇന്ത്യയായി നിലകൊള്ളുന്നത് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും സമ്പന്നതയിലാണ്. സഹിഷ്ണുതയും പരസ്പരാശ്രിത്വവും നമ്മുടെ പ്രത്യേകതകളാണ്. ഭാഷകളെ ഇല്ലാതാക്കുക എന്നാൽ ആ ഭാഷ ഏതു സംസ്കാരത്തെയാണോ പ്രതിഫലിക്കുന്നത് ആ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ ഭാഷകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കേവലം ആശയവിനിമയത്തിനുള്ള മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല ഭാഷകളുടെ പ്രസക്തി, അവ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ അടയാളങ്ങളാണ്. ദേശീയത എന്നത് ചിലർക്കെങ്കിലും അത് മതബന്ധമായ ഒരു ഭൂപ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത നൂറ്റാണ്ടുകളായി നാം തേച്ചുമിനുക്കിയെടുത്ത നമ്മുടെ തന്നെ അസ്തിത്വമാണ്. ഇന്ത്യ എന്ന അസ്തിത്വമാണത്. ആ അസ്തിത്വത്തിന്റെ കാതൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ്. മതമുള്ളവരെയും മതമില്ലാത്തവരെയും നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാം വിവേചനങ്ങൾക്കതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത. സങ്കുചിതവും പ്രാകൃതവുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയതയെ നിർവചിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ ആത്യന്തികമായി ചെയ്യുന്നത് ദേശദ്രോഹമാണെന്നും മന്ത്രി പറഞ്ഞു. ചില പ്രത്യേക താൽപര്യങ്ങൾ കടന്നുവരികയും ഫെഡറലിസത്തിന്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. തുടർച്ചയായി അവഗണന നേരിടുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത് ഫെഡറലിസത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ദുരന്തമുഖത്ത് പോലും കേരളത്തോട് തികഞ്ഞ അവഗണന കാണിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത കാര്യമാണ്. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ സെഷൻ 13 പ്രകാരം ദുരന്തഭൂമിയിലെ ജനങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം. എന്നാൽ ആ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും റവന്യൂ മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, SPC, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി 37 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് P. ബാബു പരേഡ് കമാൻഡറായി. MSP സായുധ സേനാ വിഭാഗം ഇൻസ്പെക്ടർ രജിത് കുമാർ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. കനത്ത മഴയെ അവഗണിച്ചു നടന്ന പരേഡ് വീക്ഷിക്കാനും ധാരാളം ആളുകൾ എത്തിയിരുന്നു. ചടങ്ങിൽ MLA മാരായ P. ഉബൈദുള്ള, TV ഇബ്രാഹിം, മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പരേഡിനു മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതപേരിയും നടന്നു. മലപ്പുറം സിവിൽ
സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSP പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. പ്രഭാതപേരിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളുകളായി മലപ്പുറം സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തു. പ്രഭാതപേരിയിൽ UP വിഭാഗത്തിൽ AUPS മലപ്പുറം, AMUPS മുണ്ടുപറമ്പ് എന്നീ സ്കൂളുകൾ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വിദ്യാനഗർ പബ്ലിക് സ്കൂൾ മലപ്പുറം, മലപ്പുറം MSP ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്നിവ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് ജമാസ് ഗേൾസ് HSS മലപ്പുറം 1ാം സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് HSS 2ാം സ്ഥാനവും നേടി. ബാൻഡ് ഡിസ്പ്ലേയിൽ മലപ്പുറം സെന്റ് ജമാസ് ഗേൾസ് HSS 1ാം സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് HSS 2ാം സ്ഥാനവും നേടി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.